സബ്ജക്റ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് കാതലായ ഒന്ന് രണ്ട് കാര്യം ഓർമ്മിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് വേഗം ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ഓരോ ദർശനങ്ങളും ഓരോ ടൈമിലും നമ്മളോട് സംസാരിക്കുന്ന ദൈവ ശബ്ദത്തിന് അതിൻ്റെതായ അകക്കാമ്പുണ്ട്, അതിൻ്റെതായ വില അതിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ നിയോഗങ്ങളിലേക്ക് അടുത്തൊരു അപ്ഡേഷനിലേക്ക് കയറുക എന്നുള്ളത് നമ്മളെല്ലാവരുടെ ഉത്തരവാദിത്തത്തെ പ്രത്യേകിച്ച് ശുശ്രൂഷകരും വിശ്വാസികളൊക്കെ ആയിരിക്കും നമുക്ക് കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ വചനചിന്ത അങ്ങനെ ഒരു തലത്തിലേക്ക് വരിക നമ്മളെ കൂട്ടിക്കൊണ്ട് പോകട്ടെ. അതിനായിട്ട് ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ച് ഒരു സന്ദേശം നിങ്ങളുമായിട്ട് കൈമാറാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ ആയിരിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം 49-ാം വാക്യം ഒന്ന് വായിക്കണം. നമുക്ക് 2 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ രാത്രിയുടെ ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 45-49 വാക്യം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും മതി. അതായത് 45-ാം വാക്യത്തെ പറഞ്ഞ് ക്രിസ്തുവേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു വേർഡാണ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. നമുക്കറിയാം ഒരു അപ്ഡേഷന് വേണ്ടി അല്ലെങ്കിൽ അടുത്തൊരു റലത്തിലേക്ക് അടുത്തൊരു അപ്ഡേഷനിലേക്ക് വിശ്വാസ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും മറ്റ് നമ്മൾ വ്യാപൃതമാകുന്ന എല്ലാ ആത്മീയ ജീവിതത്തിന്റെ അകത്ത് ഒരു അപ്ഡേഷൻ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരണമെങ്കിൽ നമ്മൾ തിരുവെഴുത്തുകള് തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ പരിശുദ്ധാത്മാവ് തുറക്കണം. കർത്താവ് ഈ സന്ദേശം കൈമാറുന്നത് തന്നെയോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന തൻ്റെ പ്രിയ ശിഷ്യരോട് 12 ശിഷ്യന്മാരോട് കൈമാറുന്ന അവസാനത്തെ ഏകദേശം സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് നൽകുന്ന ചില സന്ദേശങ്ങളാണ്. അപ്പം അതിനെ നമ്മൾ കാണുമ്പോൾ അതൊരു യാചന ഭാവത്തിലല്ല കർത്താവ് അതിനെ പറയുന്നത്. അതിലൊരു അതോറിറ്റി ലാംഗ്വേജോട് കൂടിയാണ് കർത്താവ് അവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഉയരത്തിൽ നിന്ന് 2ാമത്തെ പോർഷൻ നമുക്ക് പിന്നെ വാക്കിയത് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവർ ബുദ്ധിമണ്ഡലത്തെ തുറന്നു എന്ന് പറഞ്ഞാൽ 3.5 കൊല്ലം ശുശ്രൂഷ അനുഭവിച്ച മഹിമ കണ്ട ഒരുപാട് വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തിയ കർത്താവിനോടൊപ്പം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കണ്ട് വന്ന ശിഷ്യന്മാരോടാണ് കർത്താവ് ഈ പറയുന്നത്. അവരോടാണ് ദൈവം ഈ സംസാരിക്കുക. തിരുവെഴുത്തുകളെ അതിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയേണ്ടത്, അതിൻ്റെ തിരുവെഴുത്തുകളുടെ മർമ്മങ്ങളെ തിരിച്ചറിയേണ്ട അവർ ബുദ്ധിമണ്ഡലത്തെ തുറന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ അകത്ത് വചനം ആക്ടിവേഷൻ ആയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഒരുപാട് ശുശ്രൂഷ പാരമ്പര്യമോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആരാധന വചന ജ്ഞാനമോ അല്ലെങ്കിൽ വചനത്തിൽ അഗാധമായ അറിവോ ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കാം. അതൊക്കെ ഒരു പക്ഷെ ശരിക്കുമ്പോൾ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാക്കുക, ഒരുപാട് വചനത്തെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ അതുപോലെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും തിരുവെഴുത്തിനകത്തെ സത്യങ്ങളെ തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ തുറക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രബോധിക്കുക. യേശു ഡയറക്റ്റായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്. അടുത്തൊരു അപ്ഡേഷന് ഇവരുടെ ജീവിതത്തിൽ ഇവർ സ്വയമേ ഇനി നിൽക്കാൻ പോവുകയാണ്. അടുത്ത ട്രെയിനിങ് പീരീഡിന്റെ അവസാനത്തെ ഗ്രാജുവേഷന്റെ ടൈമിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവര് മണവാളനില്ലാതെ ഭൂമിയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവ് അവരോട് പറയുകയാണ് അവരുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിനിടയ്ക്കും അവർക്ക് കർത്താവ് പറഞ്ഞ പല വചനങ്ങളും അവർക്ക് മനസ്സിലായില്ലെന്നുണ്ട്. സത്യം വേദന മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിനറിയാം ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ അവരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് പരാജയം സംഭവിക്കും, വിശ്വാസ കപ്പൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു, അവരെ വേട് അവരിലെ ആക്റ്റീവ് ചെയ്യാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ചിലരോട് ആത്മാവിൽ എന്നതുപോലെ
സംസാരിക്കുന്നു. തിരുവെഴുത്തുകളുടെ മർമ്മങ്ങളെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ തുറക്കാൻ പരിശുദ്ധാത്മാവിനോട് നിയോഗത്തെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഒരു വിശ്വാസ ജീവിതത്തിന്റെ അപ്ഡേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഈ ഒരു അടുത്ത തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അപ്പോ ഈ വചനത്തിന്റെ ശക്തി എന്താണെന്ന് അതുപോലെ ശിഷ്യന്മാർക്ക് വളരെ അറിയത്തില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഗാധമായ ഒരു തിരിച്ചറിവ് അവർക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതിന്റെ മുന്നോട്ടുള്ള പാരഗ്രാഫിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഇവരെന്താണ് സംസാരിക്കുന്നത്, ഇവരോട് കൂടെ നിന്ന് സംസാരിക്കുന്നത് യേശുവാണെന്നും ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് മുമ്പിലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. അവർക്ക് സംസാരിച്ച് അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവരുടെ കൂടെ സഞ്ചരിച്ച് അവരുടെ സംഭാഷണത്തിലൊക്കെ ഇങ്ങനെ അവർക്കുണ്ടായിരുന്ന അങ്കലാപ്പും അവരുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന പേടിയും യേശുവിന് തിരിച്ചു വരികയോ ഇത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇനി ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വരുമോ, ഇനി അങ്ങനെ ഒരു സാധ്യതകളൊന്നും അവരുടെ ജീവിതത്തിൽ കാണുന്നില്ല. ആ വചനങ്ങളെല്ലാം അവിടെ തടസ്സം വന്ന ഒരു തോന്നൽ വന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിനകത്ത് കർത്താവ് കടന്നു വന്നിട്ട് അവരുടെ ജീവിതത്തിൽ പ്രധാനമായ ഒരു കാര്യം ചെയ്യുകയാണ്. തിരുവെഴുത്തുള്ള തിരിച്ചറിയേണ്ട നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്നു. അപ്പോൾ അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് തിരുവെഴുത്തിലൂടെ പരിശോധിക്കുമ്പോൾ കാണാം. എല്ലാ റെഫറൻസും വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാവം അങ്ങനെ തന്നെ ഉണ്ട്. ഒന്നാമത്തെ നമ്മുടെ അപ്ഡേഷൻ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കണമെങ്കിൽ വചനത്തിന്റെ അകത്തെ മാർമിക രഹസ്യങ്ങളെ തിരിച്ചറിയേണ്ടതിന് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നുകൊണ്ടല്ല, ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ആത്മാവിന്റെ സഹായത്തോടു കൂടി തിരുവെഴുത്തുകളുടെ സത്യത്തെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വരത്തിന് വേണ്ടി ദൈവാത്മാവ് ശിഷ്യന്മാരോട് അവിടെ ആഹ്വാനം ചെയ്തു. ഈ രാത്രിയിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ വളരെ ശക്തമായ ഒരു സന്ദേശം ഇതാണ്. ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഒരു പരാജയം സംഭവിക്കുന്നുണ്ടോ, ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ഉയർച്ചയ്ക്ക് തടസ്സമായത്, ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നന്മയ്ക്കെതിരായിട്ടുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ ഏതെങ്കിലും മേഖലയ്ക്കകത്ത് നിങ്ങളെ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ജയിക്കുവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തത്തിന്റെ പ്രയോഗിക്കുവാനുള്ള ശക്തിയെ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ കൈമാറും. തിരുവെഴുത്തിന്റെ ശക്തിയെ അതിനെ പ്രയോഗിക്കേണ്ട രീതിയിൽ പ്രയോഗിക്കുവാൻ നമ്മൾ പ്രാപ്തരായെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വിശ്വാസ ജീവിതത്തിന് അടിത്തറയിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിനകത്തോടെ നമ്മൾ സ്റ്റക്കാറുണ്ട്. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികൾക്കകത്തൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ചില സമയങ്ങളിൽ നമ്മൾ സ്റ്റക്കായിരിക്കുമ്പോൾ, ചില പ്രാർത്ഥന വിഷയങ്ങൾക്കൊക്കെ മറുപടി കിട്ടാൻ ലേറ്റ് ആക്കുമ്പോൾ, ഇന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവ് ചില പരീക്ഷണ ഘട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വചനത്താൽ നമുക്കതിനെ ജയിക്കുവാൻ വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങളോട് പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തി ഉണ്ടെന്നും ആ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ നീക്കി ഇന്ന് രാത്രിയിൽ ഒരു വലിയ ദൈവത്തിന്റെ ജയം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇങ്ങനെ പറയും, വചനത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നിന്നുകൊണ്ട് രണ്ട് റെവലേഷൻസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നുകൊണ്ട് വേഗത്തിലെടുത്ത ഭാഗത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള സമയം നമ്മുടെ മറക്കലില്ല. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ ആ കാര്യങ്ങളെ പറഞ്ഞ് മുന്നോട്ട് വിടാം. വചനത്തിന്റെ ശക്തി, തിരുവചനത്തിന് ബന്ധനമില്ല. വചനം നമ്മൾ എങ്ങനെ പഠിക്കുന്നത്? വചനത്തെ ബന്ധിക്കുവാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ളത് ദൈവിക നിയമമായത്, ദൈവത്തിന്റെ ശബ്ദമായതുകൊണ്ട് ഒരു കാരണവച്ചാലും ദൈവവചനത്തെ ഒരു ശത്രുവിനോ ഒരു മന്ത്രവാദിക്കോ ഒരു തന്ത്രവാദിക്കോ ഒരു ശകലവാദിക്കോ ഒരു പ്രശ്നം വെപ്പുകാരനോ ഈ ലോകത്തിലെ ഒരു ശക്തി വരാനുള്ള ലോകത്തിലോ അല്ലെങ്കിൽ ഉയർന്നിട്ടുള്ള ഒരു ദുഷ്ടാത്മ സേനയ്ക്കും ലോകിക്കാൻ കഴിയാത്തതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തെ വിളിച്ചു പറയട്ടെ, വചനത്തെ ശക്തിയോടെ ഉപയോഗിക്കുന്ന ഒരാളെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. അതിനെ 100% ഉറപ്പിച്ച് ഇന്ന് രാത്രി കൈമാറുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പ്രവർത്തിക്കും. എന്നെ തിന്നുന്നവൻ എപ്പോഴും ജീവിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി വചനത്തിന്റെ അകത്ത് മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രയോഗിക്കുന്ന മനുഷ്യന് പരാജയം ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന വചനത്തിന് ബന്ധനമില്ല. ശിഷ്യനോട് പറയുന്നതാണ്, ഇങ്ങനെ ബുദ്ധിമണ്ഡലത്തെ കഥ പറയാണ്. ശിഷ്യനായ പത്രോസ്, യാക്കോബ്, യോഹന്നാനെ, ഇപ്പോൾ വചനം എന്നുള്ള കാര്യം നിങ്ങൾ കണ്ണിവായി നിർത്തിയാണ്. വചനം എന്നത് പുറത്തുനിന്ന് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ അതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ
പാർത്ത് പകലിൽ പത്രോസിനോടും ശിഷ്യന്മാരോട് പറയണം, ഇപ്പോൾ ഞാൻ വെളിയിലായിരുന്നു, ഫിസിക്കലി ഔട്ടായിരുന്നു, ഇന്ന് മുതൽ വചനമായി ഞാൻ നിന്റെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ ഇന്ന് രാത്രി നിനക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ നിനക്ക് ജയകരമായ ഒരു ജീവിതം ഈ കാലഘട്ടത്തിൽ ജീവിച്ചെടുക്കുവാൻ, ഈ കാലത്ത് ജയകരമായ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ, ജയകരമായ ഒരു ആത്മീയ തലത്തിലേക്ക് നിന്നെ പ്രവേശിക്കുവാൻ കഴിയുന്നുവെന്ന് കർത്താവ് മനസ്സിലാക്കി പറയാ, ശിഷ്യന്മാരെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വരണം എന്ന് പറഞ്ഞ ദൈവത്തിന് വചനമാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ ഇന്ന് രാത്രിയിൽ അടുത്തൊരു അപ്ഡേഷൻ നമ്മുടെ ജീവിതത്തിനകത്ത് വീഴത്തുള്ളൂ. നമ്മുടെ വിഷയമെല്ലാം പ്രാഥമിക വിഷയങ്ങളാണ്. നമ്മൾ കാർ കിട്ടണം, വീട് കിട്ടണം, പരിപോകണം, നമുക്ക് രോഗം മാറണം, നമ്മുടെ തടസ്സങ്ങൾ മാറണം, വീട് കിട്ടണം, അതുപോലെ തന്നെ പലവിധമാകുന്ന ലൗകിക ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ഇതൊന്നും കിട്ടുകയില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് അടുത്തൊരു അപ്ഡേഷൻ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കണമെങ്കിൽ വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ന് ദൈവത്തിന്റെ വിളിച്ചു വിടട്ടെ ഒരു ജയകരമായ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധ്യമാകത്തുള്ളൂ. പൗലോസ് ഇങ്ങനെ പറയുന്നു, തിരുവചനത്തിന് ദൈവവചന ജീവനും ചൈതന്യമുള്ള ഇരുവാറ്റുള്ള ഏത് വാളിനേക്കും മൂർച്ചയും പ്രാണനെയും സന്ധി മധ്യങ്ങളെയും വേർപെടുക്കും വരെ തുളച്ചു നിന്ന് മനുഷ്യന്റെ ചിന്തനങ്ങളെ അവന്റെ ഇമാജിനേഷനെ വിവേചിക്കുന്നതാകുന്ന തിരുവചനം. ഇന്ന് പകൽ വചനത്തിന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് ഒളിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അത് ഇരുവായത്തിലുള്ള വാളാണ്, വാളായിട്ടാണ് ബൈബിൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് തലയിൽ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരായുധമായിട്ട് തന്നെ നമുക്ക് വചനത്തെ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശ്വാസം വചനം എന്ന വാളെടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ തലയ്ക്ക് കിരീടവും ഹെൽമെറ്റ് നമുക്ക് രക്ഷയാക്കി വെച്ചുകൊണ്ട് നമ്മുടെ കവചം, നമ്മുടെ വിശ്വാസം, നമ്മുടെ കവചമായി വിശ്വാസം എന്ന പരിചയം എടുക്കണം. അതുപോലെ തന്നെ നീതി എന്ന അരക്കച്ച കെട്ടണം. അതുപോലെ തന്നെ സുവിശേഷം നമുക്ക് ചെരുപ്പായി വെക്കണം. അതിൽ പ്രധാനമായും പറയുന്നൊരു കാര്യം വചനം എന്ന വാളെടുത്ത് നമ്മൾ പ്രയോഗിക്കാൻ പ്രാപ്തരായിരിക്കണം. ഒരേ ഒരു ആയുധമാണ് നമുക്ക് പ്രയോഗിക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചാൽ അസാധാരണമായ ഇരുട്ടിന്റെ ലോകത്തെ ഇതിനെ വെല്ലുവിളിച്ചു നിൽക്കുന്ന സ്വാധീനങ്ങളെ തച്ചുടയ്ക്കുവാൻ ഇന്നലെ പരിശുദ്ധാത്മാവ് പറയുന്നു. അടുത്തൊരു അപ്ഡേഷനിലേക്ക് കരം പിടിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് വചനത്തിന്റെ മാനിഫെസ്റ്റേഷന്റെ ഒരു കലവറയെ നിങ്ങളുടെ മുമ്പിൽ തുറക്കുവാൻ ഇടയായി തീരുന്നു. ഇന്ന് മുതൽ വചനത്താൽ നമുക്കതിനെ ജയിക്കുവാൻ സാധിക്കുമെന്ന് ചുരുക്കത്തിൽ നമുക്ക് അതിനെ ഗ്രഹിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി പലരോടും ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി സംസാരിക്കും. ഞാൻ ചിലരുടെ പേരിൽ വചനത്തിന്റെ വെളിപ്പാടിന്റെ മാനിഫെസ്റ്റേഷൻസ് തുറക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എങ്ങനെ വചനം ഉപയോഗിക്കണം, എങ്ങനെ ദൈവാത്മാവിൽ വചനത്തെ നമുക്ക് കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി പഠിച്ചെങ്കിൽ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മുടെ ജീവിതത്തോട് ഉള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായ ഒരു ജീവിതം ഈ ലോകത്തിൽ ചെയ്തെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഒന്നാമതായി സംഭവിക്കേണ്ടത് വചനം തിരിച്ചറിയേണ്ടതിന് ബുദ്ധിമണ്ഡലത്തെ തുടങ്ങും. അതുകൊണ്ട് അതിനകത്ത് ഇന്റർലൂഡ് ആയിരിക്കുന്ന ഒരു മീനിങ് ഉണ്ട്. ബുദ്ധിമണ്ഡലം കൊണ്ട് വചനത്തെ അപ്രോച്ച് ചെയ്താൽ വചനത്തിന്റെ മാർമിക രഹസ്യങ്ങൾ തുറന്നു വരത്തില്ല എന്ന് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ബുദ്ധിപരമായ ഒരു അറ്റംപ്റ്റ് തിരുവചനത്തോട് കാണിച്ചാൽ രാത്രിയിൽ നമുക്ക് വളരെ ശക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ബുദ്ധിമണ്ഡലത്തിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിച്ചാൽ നമുക്ക് ഈ രാത്രിയിൽ നിന്നല്ല ഈ ജീവിതത്തിൽ നമുക്കൊന്നും കൊടുക്കത്തില്ല. കാരണം വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ദൈവദാസന്മാർ ദൈവിക പ്രേരണയാൽ 40 എഴുത്തുകാർ പല കാലഘട്ടങ്ങളിൽ എഴുതുക ദൈവാത്മാവിന്റെ നിയോഗത്തിൽ എഴുതിയ ഈ തിരുവഴുത്തിന്റെ മർമ്മങ്ങളെ തുറക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുമുള്ളെന്ന് രാത്രി അടിവരയിട്ട് ഒരിക്കൽ കൂടി ഉറപ്പ് പുസ്തകത്തിൽ പറയട്ടെ. രാത്രിയിൽ ഒരു വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ എന്റെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കണമെന്ന് 3 നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാൽ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് മാറിപ്പോകുന്നു പറയുന്നു. ഇന്ന് പോലെ നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ച് മറുപടി ലഭിക്കുന്നത് പോലുമില്ല. ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ച് മടിച്ചുപോയി ലിസ്റ്റുകൾ മാറ്റിവെക്കുന്നു. ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടന്നിട്ട് അതൊന്നും നടക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പല പ്രതിസന്ധികളിലാണോ എന്ന് ചിന്തിച്ച് നമ്മളെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ മാറ്റിവെക്കാറുള്ളത് പതിവാണ്. പക്ഷേ വളരെ അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. വചനം എന്താണെന്നും അത് എങ്ങനെ ഉപയോഗിച്ചാൽ അതിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രി പരിശുദ്ധന്മാർ പറയുന്നു, ജയകരമായ ഒരു ജീവിതം തന്നെ ചെയ്യും. ക്രിസ്തുവിനെ പിശാച് പരീക്ഷിക്കുമ്പോൾ കർത്താവ് ജയിച്ചത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വേറൊരു ആയുധം ഉപയോഗിക്കുന്നതായി നമ്മൾ കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വീട്ടിൽ പോയി വായിക്കണം. ആത്മ
നിറവോടെ മരുഭൂമിയിലേക്ക് 40 രാവും 40 പകലും അവൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടെയായിരുന്നു. 40 രാവും 40 പകലും പൈശാചികൻ അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു നോക്കിയാൽ. എന്നാൽ അവിടുത്തെ പരീക്ഷണ ഘട്ടങ്ങളെല്ലാം കർത്താവ് തികച്ചത് വെറും കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് മാത്രമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തിക്കാൻ ഞാൻ വിളിച്ചു പറയും, ഏത് ഇരുട്ടിന്റെ സ്വാധീനവും, ഏത് അന്ധകാരത്തിന്റെ മണ്ഡലത്തിന്റെ വീട്ടിന്റെ അകത്ത്, ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ ബിസിനസിനകത്ത്, ഏതൊക്കെ മേഖലക്കകത്ത് പോരാടിയാലും വചനം കൊണ്ടല്ലാതെ അതിനെ മറികടക്കാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി അടിവരയിട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയാം. ഇതൊരു പ്രവചന ശബ്ദമായി നിങ്ങൾ ഏറ്റെടുക്കണം. രാത്രി ദൈവാത്മാവ് പറഞ്ഞ വചനം പ്രയോഗിക്കുക, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിക്കുക. ഏത് ദുർഘട ഘട്ടങ്ങളെയും നിരപ്പാക്കി തരുന്ന ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് ഇന്നലെ രാത്രി അസാധാരണമായ കാര്യങ്ങളെ നമ്മുടെ പട്ടണത്തിനകത്ത്, നമ്മുടെ ദേശത്തിന്റെ അകത്ത്, നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ചെയ്തെടുക്കാൻ പരിശുദ്ധമായ പ്രാപ്തരാക്കി മാറ്റുന്നു. യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തിയെങ്കിൽ ഇന്ന് പകരം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തെ ഞാൻ വിളിച്ചു പറഞ്ഞ ചിലരോട് ദൈവാത്മാവ് വളരെ ശക്തമായി പറയുന്നു, നിങ്ങൾ പറയുന്ന ഓരോ തിരുവെഴുത്തിന്റെ അകത്തൂടെ വരുന്ന ദൈവശക്തി പകുതി പ്രശ്നങ്ങളെ ജീവിതത്തിന്റെ അകത്തുനിന്ന് തുടച്ചു മാറ്റുമെന്ന്, നിങ്ങൾ ജീവിതത്തിന്റെ അകത്തുനിന്ന് വഴിമാറുമെന്ന് ഉറപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധന്മാർ പറയുന്നു, വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ജീവിതത്തിൽ, എന്റെ ബുദ്ധിമണ്ഡലത്തിന്റെ അകത്ത് തിരുവഴുത്തിന്റെ വചനത്തിന്റെ മാർമിക രഹസ്യങ്ങളെ തുറക്കുക. കർത്താവിന് മനസ്സ് തോന്നണമേ എന്ന് അങ്ങനെ തന്നെ ചെയ്തിട്ട് അടുത്ത ഒരു തലത്തിലേക്ക് കയറണമെങ്കിൽ, അടുത്ത ഒരു അപ്ഡേഷനിലേക്ക് കയറണമെങ്കിൽ ഇത് അത്യാവശ്യം. ഞാൻ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 3.5 കൊല്ലം കർത്താവിനൊപ്പം നിന്ന അപ്പോസ്തലന്മാരെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യന്മാരോട് കൈമാറുന്ന ഒരു വേടാണത്. 3.5 കൊല്ലത്തെ ട്രെയിനിങ്ങിന് ശേഷം കർത്താവിന്റെ കൂടെ നടന്നിട്ട്, കർത്താവിന്റെ കൂടെ നടത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പ്രവർത്തനങ്ങൾ കർത്താവിനെ അടുത്തിരുന്ന് വിധിച്ചു പ്രാപിച്ച അതേ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾക്ക് ശക്തി ലഭിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകണമെന്ന് കർത്താവ് വളരെ ശക്തി. നമ്മൾ എത്ര കൊല്ലത്തെ പഠനമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര അഗാധമായ അറിവുണ്ടെന്ന് പറഞ്ഞാലും, വചനത്തിന്റെ അകത്ത് മാനിഫെസ്റ്റേഷൻ സംഭവിക്കത്തോളം കാലം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അടുത്തൊരു അപ്ഡേഷൻ വീഴത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ ശക്തമായി പറയുകയാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കുറവും ഇത് തന്നെയാണ്. വചനം വേണ്ട, വിടുതൽ മാത്രം മതി. വചനം വേണ്ട, വിടുതൽ എല്ലാം. വിടുതലിന്റെ ആധാരം വചനമാണെന്ന് ഇന്ന് രാത്രി ഞാൻ അടിവരയിട്ട് വിളിച്ചു പറയട്ടെ. ഞാൻ പറഞ്ഞ തിരുവചനത്തിന് മാത്രമേ, ദൈവശബ്ദത്തിന് മാത്രമേ, ദൈവവചനത്തിന് മാത്രമേ സാധാന്യ മണ്ഡലങ്ങളെ വിറപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള വിളിച്ചു പറയുന്നു. ഏത് മേഖലയിലായിരിക്കുന്നു, ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നു, ഏത് ദുർഘടത്തിന്റെ മായിലെ കൊണ്ടതിനെ ജയിക്കുവാൻ കഴിയുന്നു. അത് കൈമാറുന്ന കർത്താവ് ഇന്ന് രാത്രി വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ. അത് 30, 60, 100 മേനിയായി വളർന്നു വരുന്ന ഹൃദയങ്ങളാക്കി മാറ്റണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. രണ്ടാമത്തെ കാര്യം, ഞാൻ രണ്ടാമത്തെ വാക്യം വായിച്ചു, 24-ാം അധ്യായം 29-ാം വാക്യം എന്ന് വായിച്ചു. 29-ാം വാക്യം എന്ന് വായിച്ചാൽ 24-29. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. ഓക്കെ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തേനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ആദ്യം കർത്താവ് അവരുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യുന്നത് വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ചെയ്തു. 3 കൊല്ലത്തെ ട്രെയിനിങ്ങിന് ശേഷം വളരെ നിൽക്കുന്ന അപ്പോസ്തലന്മാർക്ക് വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ അവരുടെ ആത്മമണ്ഡലത്തെ തുറന്നിട്ട്, ഭൗതിക ബുദ്ധിമണ്ഡലത്തെ അടച്ച് ആത്മമണ്ഡലത്തെ തുറന്ന് വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആദ്യം ചെയ്തു. രണ്ടാമത് ചെയ്തൊരു കാര്യം, ഉയരത്തിലെ ശക്തി വരുവോളം നിങ്ങൾ നഗരം വിട്ട് പോകരുത്. ഉയരത്തിലെ ശക്തി വരും. ഒന്ന്, നിങ്ങൾ വചനം എന്താണെന്ന് തിരിച്ചറിയും. വചനം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ അവിടെ വളരെ വ്യക്തമാക്കുന്നുണ്ട്, വചനം എന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എന്താണെന്നും എല്ലാ ലൈഫ് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ശക്തി ലഭിക്കണം.
ഞാൻ പറയുന്ന ആ വീട് അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് വീഴുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിന്റെ ഉയരത്തിൽ നിന്ന് ശക്തി വരുവോളം നഗരം വിട്ട് പുറത്തു പോകരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് കൽപ്പിക്കുന്ന, നിങ്ങളോട് വളരെ കമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം. ശിഷ്യന്മാരുടെ കർത്താവ് റിക്വസ്റ്റ് അല്ല, ഇത് കമാൻഡാണ്. അത് ആജ്ഞയാണ്. ഇതനുസരിച്ചേ പറ്റും. കർത്താവ് പറയുകയാണ്, നഗരം വിടരുത്. ഉയരത്തിലെ ശക്തി വരുവോളം നഗരം വിടരുത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധമായ നിയോഗത്തിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ആരെങ്കിലും പരിശുദ്ധ ആത്മാവിന്റെ നിറവ് ഇതുവരെ ജീവിതത്തിന്റെ അകത്ത് വന്നിട്ടില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആ ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്തൊന്ന് വരണമേ. നമുക്കറിയാം, നമ്മളിങ്ങനെ കലപില അല്ലെങ്കിൽ നമ്മളിങ്ങനെ അന്യഭാഷയൊക്കെ പറയുമ്പോൾ ഇവർക്ക് അതൊരു വലിയ ഒരു കോമഡി ആയിട്ട് തോന്നാൻ കാരണം ഉയരത്തിലെ ശക്തി അടിക്കാത്തത് കൊണ്ട്, ഉയരത്തിലെ ശക്തി അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഈ ആത്മകലത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമായി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു. ഉയരത്തിലെ ശക്തി വരുമ്പോൾ നീ പട്ടണത്തിന്റെ അകത്ത് തന്നെ ഇരിക്കണം. ശക്തിയുടെ അനുഭവം ഉണ്ടാകുന്നത് വരെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, പുറത്തു പോകാൻ അനുവാദമില്ല. അത് പ്രാപിക്കുന്നതോളം വരെ കാത്തിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിയോഗത്തിൽ വളരെ വിഷമത്തോടെ വിളിച്ചു പറയട്ടെ. പെട്ടെന്നുള്ള വിടുതൽ, പെട്ടെന്നുള്ള പെട്ടെന്നുള്ള വിടുതൽ, പെട്ടെന്നുള്ള സൗഖ്യം, പെട്ടെന്നുള്ള അത്ഭുതങ്ങൾ ലോകം വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ. കാത്തിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകട്ടെ. ദൈവാത്മാവിന്റെ പ്രവൃത്തികൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പ്രവർത്തിക്കാനുള്ള ടൈം കൊടുക്കാനുള്ള കാത്തിരിപ്പിന്റെ വലിയ 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 നിയോഗങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഉയരത്തിലെ ശക്തി നിന്റെ ജീവിതത്തിന്റെ അകത്ത് അടിച്ചാൽ നിന്റെ ചരിത്രം മാറും. ഇന്ന് രാത്രി പരിശുദ്ധമോ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. സാധാരണക്കാരായ ആ ശിഷ്യന്മാരെ അസാധാരണക്കാരായി മാറ്റിയത് ഈ ശക്തിയുടെ ആഗമനത്തോടു കൂടിയാണെന്ന് വളരെ വ്യക്തമായി തീരുമാനിക്കുന്നത്. ഉയരത്തിലെ ശക്തി, പരിശുദ്ധമായ ശക്തി വേണ്ടതുപോലെ ജീവിതത്തിന്റെ അകത്ത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വന്നില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് ഒരു ഫലമില്ലാത്ത ജീവിതമായി മാറ്റപ്പെട്ടു പോകും. ഒരു ക്രിസ്ത്യാനിയായി മരിക്കുവാനല്ല ദൈവം നമ്മളെ ഈ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ ആത്മാവുള്ളവനെ ഞാൻ അറിയുന്നു, എന്റെ ആത്മാവില്ലാത്തവനെ അറിയുന്നില്ല എന്ന് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുമെന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. ഉയരത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹോളി സ്പിരിറ്റിന്റെ ആ ശക്തിയെ ഇന്ന് രാത്രി ചിലവുള്ളവർ മാനിഫെസ്റ്റഡ് ആകട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ദൈവത്തിൽ ഞാൻ പറയുന്നു, ഉയരത്തിലെ ശക്തി വരുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കി. എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് പരാജയങ്ങൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾക്ക് മറുപടി ലേറ്റാകുന്നത്? എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ടു പോകുന്നത്? ഇന്ന് രാത്രി ദൈവത്തിന്റെ അമ്മ പറയുന്നു, ഉന്നതന്റെ ശക്തി നിന്റെ ജീവിതത്തിന്റെ അകത്ത് വരാത്തോളത്തോളം കാലം ജയകരമായ ഒരു ജീവിതം, സക്സസ് ആയ ഒരു ലൈഫ്, സക്സസ് ആയ ക്രിസ്തീയ ജീവിതം ഇവിടെ ദൈവം സാധ്യമല്ല. ഇന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഉന്നതന്റെ ശക്തി നിന്റെ ജീവിതത്തിന്റെ അകത്ത് വേണ്ടുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി വേണ്ടുന്നത് പോലെ പരിശുദ്ധിയാത്മാവ് ജീവിതത്തിന്റെ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവുമായി അവിടെ ഡിസ്കസ് ചെയ്ത് ഇന്ന് രാത്രി ആ മേഖലയെ അഴിച്ചു പണിയേണ്ടതുണ്ടെങ്കിൽ അഴിച്ചു പണിത്, ക്ഷമ പറയേണ്ടതുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ഒരു നിയോഗത്തിന്റെ അകത്തേക്ക് പരിശുദ്ധമായി നിങ്ങളെ കടത്തിക്കൊണ്ടു പോകുമാറാകട്ടെ. രാത്രിയിൽ അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ വളരെ വ്യക്തമായി സംസാരിക്കും. വീട്ടിന്റെ അകത്ത് വന്നാൽ പട്ടണം അറിയത്തക്ക അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ണിന് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കുടുംബത്തിന്റെ അകത്തും ദേശത്തിന്റെ അകത്തും ശുശ്രൂഷയ്ക്കകത്തും പരിശുദ്ധമായി ചെയ്തു കൊടുക്കുന്നതിനുള്ള 100% ഉറപ്പോടെ ഇന്ത്യനാഥ് വിളിച്ചു പറയട്ടെ, ആ ഉന്നതന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ വെയിറ്റ് ചെയ്യാൻ കർത്താവ് പറഞ്ഞു. വെയിറ്റ് ചെയ്യുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പലർക്കും. അത് നമുക്കറിയത്തില്ല. ഇന്ന് രാത്രി വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഒന്ന് പറയട്ടെ. വാഗ്ദത്തത്തിനായിട്ട് അബ്രഹാം 25 കൊല്ലം കാത്തിരുന്നു. 25 കൊല്ലം. എത്ര പേര് ഒരു ദൈവ സന്ദേശം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കിട്ടിയാൽ, ഒരു ദൂത് നമ്മുടെ ജീവിതത്തിനകത്ത് ആ ദൂത് വെച്ച് പ്രാർത്ഥിക്കുകയും ആ ദൂതിനെ ആ വാഗ്ദത്തത്തെ ചുമന്നുകൊണ്ട് നമ്മൾ എത്രത്തോളം സഞ്ചരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ കുറെ ദിവസങ്ങൾ, ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിച്ച് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതെടുത്ത് മാറ്റും.
പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒരു ആത്മവെള്ളത്തിൽ നിന്നോടൊരു കാര്യം പറയാം. ദൈവമാണ് നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുള്ളെങ്കിൽ, ദൈവമാണ് നിനക്കൊരു വാർത്തകൾ തന്നിട്ടുള്ളെങ്കിൽ, ഇന്ന് രാത്രി ഉലകത്തിലെ ഒരു ശക്തിക്കും Hallelujah. Thank you, Jesus. ഇന്ന് രാത്രി ഉന്നതന്റെ Amen. നിവർത്തി പ്രാപിക്കുക തന്നെ ചെയ്യും. Hallelujah. കാത്തിരിപ്പിന്റെ ഒടുവിൽ ഇസഹാക്ക് എന്ന വാഗ്ദത്തപുത്രനെ താൻ പ്രാപിച്ചെടുത്തതുപോലെ ഇന്ന് രാത്രി എത്ര വർഷമായാലും എത്ര പഴക്കം ചെന്ന ദൂതായാലും ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. മകനെ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് തന്നെ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാൻ ഞാൻ മനുഷ്യനല്ല, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ദൈവമത്രേ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിറവേറാതിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആ ദൂതുകൾ ദൈവമാണ് തന്നതെങ്കിൽ തക്ക സമയത്ത് ആ ദൂതിന്റെ അകത്ത്, ആ വാഗ്ദത്തത്തിന്റെ അകത്ത് നിങ്ങളെ കയറ്റിക്കൊണ്ടു പോകാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് സ്വപ്നം ദൂതിനെ ഒന്ന് സ്വീകരിച്ചാണ്. Thank you, Jesus. പരിശുദ്ധാത്മാവ് പറഞ്ഞു, 5 കൊല്ലം മുമ്പ് പറഞ്ഞ പ്രവചനമാണല്ലോ, 5 കൊല്ലം മുമ്പ് പറഞ്ഞ ദൂതാണല്ലോ. പക്ഷെ ആ ദൂതിന് നിങ്ങളുടെ കാതിന് പഴക്കം വന്നെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുക. എന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആ ദൂതിലേക്ക് 2025 കഴിയും മുമ്പേ നിന്നെ കാരം പിടിച്ച് കൊണ്ടുപോകുന്ന അഭിഷേകത്തിന്റെ ഫലം ഇന്ന് രാത്രി കാത്തിരിക്കുന്നവർ അതിനെ പ്രാപിച്ചെടുക്കുന്ന രാത്രിയാണ്. Amen. Hallelujah. 25 കൊല്ലം നിങ്ങൾ ആലോചിക്കുക, ആര് എത്ര വില കൊടുത്ത് നിൽക്കും? Amen. Hallelujah. രാത്രി പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ചോദിക്കുന്നു, ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു ഒരു വാഗ്ദത്തം നിങ്ങളെ കൈമാറിയിട്ടുണ്ടെങ്കിൽ, എത്ര വർഷം പഴക്കമുണ്ടായാലും അതിനെ ആക്ടിവേഷൻ ചെയ്യുവാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ വിളിച്ചു പറയട്ടെ, കാലം തെറ്റാതെ സമയം തെറ്റാതെ നിന്റെ വീട്ടിന്റെ അകത്ത് ആ വാഗ്ദത്തങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. ഉന്നതന്റെ ശക്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന, ദൈവത്തിന്റെ വീടിന് വേണ്ടി കാത്തിരുന്ന ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നിവർത്തിച്ചു തരാൻ ഞാൻ വിശ്വസ്തനാണ്. നമുക്കറിയാം, യോസഫിന്റെ ജീവിതത്തില് ഏകദേശം 13, 14, 16 വയസ്സുള്ളപ്പോ തന്നെ ഒരു ദർശനം തന്റെ ജീവിതത്തിന്റെ അകത്ത് വീണു. ആ ദർശനം ചുമന്നുകൊണ്ട് 13, 14 കൊല്ലം ആ ദർശനം ചുമന്നുകൊണ്ട് നടന്നു. സഹോദരന്മാരെതിരായി, അമ്മയപ്പന്മാരെതിരായി പൊട്ടക്കിണർ വന്നു, അടിമച്ചന്ത വന്നു, പൊത്തിഫേറിന്റെ മോനം വന്നു, കാരാഗ്രഹം വന്നു. ദർശനം വിട്ടില്ല, പറഞ്ഞ ദൂത് വിട്ടില്ല. ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് തന്ന ദൈവശബ്ദത്തെ മുറുകെ പിടിക്കാമെങ്കിൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നീ മുറുകെ പിടിച്ചു നിൽക്കുമെങ്കിൽ, ആ വാഗ്ദത്ത സമയം തെറ്റാതെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നിങ്ങളോട് ദൂത് പറയുന്നു, ആ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നവർ ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തെ ആ അകത്തേക്ക് കയറുന്ന ഒരു വർഷമായിരിക്കും 2025. വനിത എന്ന് പറഞ്ഞ സിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയും. വനിത എന്ന് പറഞ്ഞ ഐഡന്റിറ്റിക്കാത്തിരിക്കുന്ന വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയും, നിന്റെ ജീവിതത്തിന്റെ അകത്ത് 5 വർഷമായി നടക്കാത്തൊരു കാര്യം 2025 ഓഗസ്റ്റ് മാസം ദൈവാത്മാവ് ചില വഴികളെ തുറന്നു തരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയും. ദൂത് പറഞ്ഞ് വിശ്വസിക്കാൻ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി വിശ്വസിക്കുക. കർത്താവ് ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യാൻ പോകും. വിമാല വൈഡത്തിൽ 5 കൊല്ലം തടസ്സമായി മുടങ്ങിക്കിടന്ന ഒരു വർഷത്തിലെ ചില വാഗ്ദത്തങ്ങൾ ഈ 2025 ആക്ടിവേഷൻ ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ വീടിന്റെ അകത്തുനിന്ന് അഴിഞ്ഞു മാറുന്ന കാഴ്ച ദൈവാത്മാവാണ്. 4 സൈഡിൽ നിന്ന് നിങ്ങളെ കെട്ടി വരഞ്ഞു മുറുക്കി അടിമച്ചന്തയുടെ അവസ്ഥ പോലെ കൈ കെട്ടിവെച്ചിരിക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഇന്ന് രാത്രി ഇതിന്റെ കെട്ടഴിക്കുന്ന ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആ കെട്ടുകളെ ശക്തമായി ദൂത് പറയുന്നു. സാക്ഷ്യത്തോടെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇങ്ങനെയാണ് ദൈവാത്മാവ് ഒരു വീട് കാണുന്നത്. 1-ാം കാവലും 2-ാം കാവലും
കടന്നത് പത്രോസ് അറിഞ്ഞില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയും, നിങ്ങൾ അറിയാതെ തന്നെ അതിനകത്ത് നിന്ന് ദൂതങ്ങളെ പുറത്തു കൊണ്ടിരുന്ന കാഴ്ച ദൈവാത്മാവനെ കാണിക്കും. ദൈവാത്മാവനെ കാണിച്ചു തരും. ഇന്ന് രാത്രി ദൈവം അസാധ്യമായ ദൈവമാണ്. നമ്മളെ ഒരു വാക്കത്തെ ദൈവമാണ് കൈമാറിയതെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധമായ അതിലേക്ക് പ്രവേശിപ്പിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. 13-14 കൊല്ലം യോസഫ് ദർശനം ചോദോട് നടന്ന് ദൈവം പറഞ്ഞ സ്വപ്നത്തിലൂടെ ഇടപെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളിതൊക്കെ തയ്ക്കുമ്പോൾ നമുക്കൊരു അകത്ത് ഒരു വേദന ഉണ്ടാകും. രാത്രി ദൈവാത്മാവ് എന്നോട് അങ്ങനെ തന്നെ സംസാരിക്കണോ? 13-14 കൊല്ലം അപ്പനും അമ്മയും സഹോദരങ്ങളും ചെന്നിടത്ത് മുഴുവൻ എതിർപ്പ്. പക്ഷെ പിടിച്ച വാക്തത്വം അവൻ വിട്ടില്ല, ദൈവശബ്ദം അവൻ വിട്ടില്ല. അവൻ അതിനുവേണ്ടി കാത്തിരുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവന്റെ നിങ്ങളോട് എത്ര വർഷം പഴക്കമുള്ള ദൂതാണ് ദൈവാത്മാവ് കൈമാറിയിട്ട് നിറവേറാതിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ് ദൈവാത്മാവ് പറയുന്നു, നിറവേറാൻ ഞാൻ വിശ്വസ്തനാണ്. അവനെ തെറ്റിക്കാൻ അവൻ മനുഷ്യനല്ല, ദൈവമത്രേ. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വളരെ ശക്തമായ ജീവിതത്തിന്റെ അകത്ത് മാറ്റങ്ങൾക്ക് വിരോധമായി ഒഴുകുന്ന രാത്രിയാണെന്ന് പറഞ്ഞാൽ ആത്മാവിനെ റിസീവ് ചെയ്യുക, ആത്മാവിനെ സ്വീകരിക്കുക. ഒഴുകുന്ന യോർദാനെ നീ അഭിഷേകത്തോടെ കരമെടുക്കുമ്പോൾ അതിന്റെ ഒഴുക്കിനെ നിർത്തിയിട്ട് ഇരു സൈഡിലേക്ക് ചിറവുപോലെ നിർത്തി അതിന്റെ നടുവിലൂടെ വാക്തത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്ക്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നു രാത്രി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ പട്ടണത്തിന്റെ കിട്ടണം വിട്ടുപോകും. ഒരു വാക്കുകൂടെ നമുക്കറിയാം, ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ 14-15 വയസ്സ് മാത്രമായി. ബാക്കി 13 കൊല്ലം 17-18 വയസ്സിൽ തന്നെ കാട്ടിൽ നിന്ന് വിളിച്ച് അഭിഷേകം ചെയ്യുന്നു. ആ അഭിഷേകം തന്റെ ജീവിതത്തിനകത്ത് 13 കൊല്ലം വേദനകരമായ ഒരു ജീവിതം നയിച്ച് 30-ാമത്തെ വയസ്സിൽ രാജാവ് ആർക്ക് കഴിയും ദൈവം തന്ന ദൈവശബ്ദത്തിന് വേണ്ടി നിൽക്കുവാനാക്കി? യോസഫ് പറഞ്ഞു, ഒത്തിരിയുടെ ഭാര്യ തന്നെ സമീപിക്കുമ്പോ പറഞ്ഞു, ഞാൻ ഈ പാപം ചെയ്ത് എന്റെ ദൈവത്തോട് ഇങ്ങനെ അനീതി കാണിക്കും. ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ചവരെ വാക്തത്വങ്ങൾക്ക് വില കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ തള്ളിക്കളഞ്ഞു പറഞ്ഞ് അപമാനങ്ങൾ പറഞ്ഞാൽ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ചാലും ഇന്ന് രാത്രി പരിശുദ്ധന്മാവ് നിന്റെ കുടുംബത്തിൽ നിന്റെ രക്തബന്ധങ്ങൾ തന്നെ നിനക്ക് എഴുന്നേറ്റ് സംസാരിച്ചാലും ഇന്ന് രാത്രി പരിശുദ്ധന്മാവ് ദൈവശബ്ദത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ വാർത്തത്തിൽ കയറ്റുന്ന പരിശുദ്ധന്മാവ് നിന്നെ ഉറപ്പിക്കുന്നു. ഇന്ന് രാത്രി ഉറപ്പിക്കുന്നു യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുക. പിതാക്കന്മാര് നടന്നുപോയ പാതകളെ ഓർത്തു നോക്കി 13-14 കൊല്ലം ഒരു മാറ്റത്തോ തോന്നുന്നത് ദാവീദ് നടക്കുക. കർത്താവ് എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ട്. അമ്മയും സഹോദരനും പറയാത്തൊരു കാര്യം എന്നോട് എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി വാക്തത്വങ്ങൾക്ക് വില കൊടുക്ക്. മറ്റാർക്ക് പറയുന്ന ശബ്ദങ്ങൾക്കല്ല, ദൈവം പറയുന്ന ശബ്ദത്തിന് വില കൊടുത്താണ് ഇന്ന് രാത്രി നിന്റെ പട്ടണത്തിന്റെ അകത്തിന് അത്ഭുതമാക്കി ഒരു അനുഗ്രഹമാക്കി നിന്നെ മാറ്റുമാണ് എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചു. ഞാനൊരു കാര്യം വളരെ ശക്തമായി, ഒരു പ്രവാചക ശബ്ദം എന്റെ മേലുണ്ട് എനിക്കറിയാമെങ്കിലും എല്ലാവരോടും പ്രവചിക്കാനുള്ള സമയമില്ല. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധമായി എനിക്ക് തരുന്ന ഏതെങ്കിലും ഒരു വാക്തത്വം എന്റെ ജീവിതത്തിനകത്തുണ്ട്. ദൈവം എന്നോട് ഒരു വാക്തത്വം എന്നോട് പേഴ്സണലായി സംസാരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ഈ മരണം കാണുന്നതിന് മുമ്പ് നിന്നെ ആ വാക്തത്വത്തിനകത്ത് കേട്ടിട്ട് എന്റെ ദൈവം വിളിക്കത്തോ? നിന്നോട് സ്വപ്നത്തിലൂടെ ഞാൻ ഇടപെട്ടില്ല. ആരോടോ ദൈവത്തിനകത്ത് ഞാൻ നിന്നോട് സ്വപ്നത്തിലൂടെ സംസാരിച്ചില്ലേ? ഞാൻ നിന്നെ വചനത്തിലൂടെ സംസാരിച്ചില്ലേ? ഞാൻ നിന്നോട് ദൈവദാസന്മാരോട് നിന്നോട് സംസാരിച്ചില്ലേ? നീ ഓർത്തോ? ഇത് ദൈവദാസന്മാർ പറഞ്ഞ നീ ഓർത്തോ? ഇത് മാനുഷിക ശബ്ദമാണെന്ന്. ഇല്ല മകളെ, ഇല്ല മകനെ, ഇല്ല പിതാവേ, ഇല്ല മാതാവേ, ഇത് ദൈവം നിങ്ങളോട് പറഞ്ഞ ശബ്ദമാണെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവം അമ്മ പറയുന്നു, വചനത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന ഒരു ദൈവഗ്രഹത്തിന്റെ മധ്യത്തിൽ അത്
നവീകരണത്തിലേക്ക് നമ്മളെ Amen. കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. Hallelujah. 30-ാമത്തെ വയസ്സിൽ ദൈവം അഭിഷേകം ചെയ്ത ദാവീദിനെ ഒരു ചേരെ കൊണ്ട് നിരത്തി. 30-ാമത്തെ വയസ്സിൽ യോസഫിനെ അഭിഷേകം ചെയ്തു. ഒരു ദർശനത്തിലൂടെ തന്നെ പുറത്തെടുത്ത് അന്നെ ഒരു രാജസ്ഥാനത്ത് കൊണ്ട് നിരത്തി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയാം, ശുശ്രൂഷ ചെയ്യുന്നവരോട് പറയാം, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് തന്നെ നിനക്കുള്ള സിംഹാസനം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറഞ്ഞു, ഏത് മേഖലയിലാണോ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്നത് ആ മേഖലയ്ക്കകത്ത് ഇന്ന് രാത്രി പരിശുദ്ധന്മാർ ഒരു ജയത്തെ കൽപ്പിക്കുന്നു. I receive it, Daddy. Thank you, Father Lord. Thank you, Jesus. യേശുവിന്റെ അധികാരമല്ല നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറന്നു. ആ വേടിന്റെ അകത്ത് ഒരു വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ ആ കഴുകൻ ചിറക് പൊഴിഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിന്റെ വിശ്വാസ ജീവിതം എവിടെ? ഇത്രയും കാലത്തെ എഫോർട്ട് എവിടെ? ഇത്ര കാലം നീ ദൈവത്തെ സേവിച്ചില്ലേ, പ്രാർത്ഥിച്ചില്ലേ? എന്തിയെ റിസൾട്ട് എവിടെ? നിനക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലൂടെ അവർ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കുന്ന ഉയരുന്ന ഒരു നിമിഷമുണ്ടെന്ന് അജനോട് പഠിപ്പിക്കണമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ വിളിച്ചു പറയട്ടെ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ അധിക പ്രവാചകൻ പ്രവചിച്ച് പറയാൻ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. രാത്രി ഏതൊക്കെയോ വിഷയത്തിന്റെ അകത്ത് മറുപടി കിട്ടാതിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ അകത്ത് നീ ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉയർന്ന് പടക്കും പറക്കുന്ന ഒരു ദിവസം അതിവിദൂരമല്ലെന്ന് ഉറപ്പ് നൽകുന്നു. എന്നോട് ദൈവം ഇതിന്റെ അകത്ത് വചനത്തിന്റെ റെവലേഷനെ തുറക്കുന്ന ഒരു രാത്രിയിലുണ്ട്. രാജമ്മ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒന്നും അവസാനിച്ചിട്ടില്ല. കർത്താവ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി ദൈവാത്മാവെന്ന് പറയുന്നു ഒരു വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കുവാൻ ഇന്ന് രാത്രി വിശ്വസിച്ചു. കർത്താവിന് ചിലത് ചെയ്തെടുക്കാനുണ്ട്, കർത്താവിന് ചിലത് കൈമാറാനുണ്ട്, കർത്താവിന് ചിലത് സംസാരിക്കാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞ് ഉറപ്പിക്കുന്നു. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കുന്ന ഒരനുഭവം ആത്മീയ വൻകാര്യങ്ങളെ പിടിച്ചെടുക്കുന്ന ദേശത്തിന്റെ അകത്ത് വരുന്ന വിപത്തുകളെ പോലും വിവേചിച്ചറിയുന്ന വിവേചനത്തിന്റെ ആത്മാവിനെ ഞാൻ പകരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ അതിനെ ചുമക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ആത്മഹത്യനകത്തേക്ക് പരിശുദ്ധമാവും കരം പിടിച്ച് ഉയർത്തുന്ന ഒരു ഗിഫ്റ്റ് നിന്റെ പ്രിയാഞ്ജയുടെ പട്ടണത്തിന്റെ അകത്ത് എന്നോട് ദൈവാത്മാവ് പറയുന്നത് സൂയിസൈഡ് നടക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് അറിയിക്കുമെന്ന്. ദേശത്തിന്റെ അകത്ത് വരുന്ന വിപത്തിനെ മുൻപേ തന്റെ ഭക്തന്മാരോട് അറിയിക്കുന്നത് പോലെ അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുന്നത് പോലെ ഇന്ന് രാത്രി തലമുറയെ നശിപ്പിക്കുന്ന ദുരാത്മമണ്ഡലങ്ങളെ വെട്ടുന്ന സാധാരണമായ ഒരു നിയോഗത്തിന്റെ അകത്തേക്ക് ഇന്ന് രാത്രി പരിശുദ്ധന്മാവ് കരം പിടിച്ച് ഉയർത്തുന്ന കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്ന അത് പ്രാപിച്ചോ യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ ആത്മാവിന് പരിധിയില്ലാത്തതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ അകത്ത് ഇറങ്ങി വരാൻ കഴിവുള്ള ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്. മുടങ്ങിക്കിടക്കുന്ന ചില ബ്ലോക്കുകളെ ഇന്ന് രാത്രി പരിശുദ്ധന്മാവ് അടിക്കുന്ന കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്ന നാളെ വരെ റിസൾട്ടില്ലാത്ത ചില വിഷയങ്ങൾക്കകത്ത് കുടുങ്ങി ഞരങ്ങിയിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധന്മാർ ഇന്ന് രാത്രിയിൽ ഞാൻ അതിനെ നീക്കുവാക്ക് വരുത്തുമെന്ന് പരിശുദ്ധന്മാർ ദൂത് പറഞ്ഞു ഉറപ്പിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യം വായിച്ച വേഗത്തിൽ വായിച്ച സമയം
1:4. സ്തോത്രം, സ്തോത്രം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം സംഭവിക്കുവോളം വാങ്ങിപ്പോകരുത്. ഏത് വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നു അതിന് യെസ് ഓർ നോ മറുപടി കിട്ടാതെ നീ എഴുന്നേൽക്കരുത്. ഇത് രാത്രി പരിശുദ്ധം നിങ്ങളോട് തൂത് പറഞ്ഞ് ഓർമ്മിക്കുന്നു. ദൈവം ഒരു കാര്യം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അസാധാരണമായ ഒരു നിയമം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്നത് വരെ സ്റ്റേ ചെയ്യുക, കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. ഇന്ന് രാത്രിയിൽ വെയിറ്റ് ചെയ്യുന്നവരുടെ മേൽ പെന്തക്കോസ്ത് വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ നന്ദികളുടെ ഉണർവിന്റെ പാറ്റിൽ ചിലരുടെ കൈകളിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറുന്ന കാഴ്ച ഈ ഗ്രൂപ്പിന്റെ അകത്ത് അസാധാരണമായ ഒരു റിവൈവലിന്റെ മാഞ്ച് ദൈവാത്മാവ് തുറന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളെ ഒരു കൂട്ടമാക്കി മാറ്റി. വിശ്വസിച്ചപ്പോ കർത്താവിന്റെ വാക്കിന് വലയെറിഞ്ഞപ്പോൾ പത്രോസിന്റെ പടകിന്റെ അകത്ത് നിറവ് വന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, വിശ്വാസത്തോടെ വല വീശുക. ദേശത്തിന്റെ അകത്തുനിന്ന് ചില വീരുകൾ നിങ്ങളുടെ പടകിന്റെ അകത്ത് വന്ന് ആ ചെറു പടക് നിറയുമാറ്. ഈ കൂട്ടത്തെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഈ കൂട്ടത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. ഈ കൂട്ടത്തെ ദൈവം ബ്ലസ് ചെയ്യാൻ പോകുന്നു. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ നിറച്ചതുപോലെ ഇന്ന് രാത്രിയിൽ മറഞ്ഞു കിടന്ന മത്സ്യങ്ങൾ പത്രോസിന്റെ വരയ്ക്കകത്ത് കുടിക്കുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:8 ആ വാഗ്ദത്തം നിവർത്തീകരിച്ചതായി നമ്മൾ കാണുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തീയുന്നത് പോലെ അഗ്നിനാവുകളായി അവരിൽ നിന്ന് ചെറിയ മാളികമുറിക്കകത്ത് വെളിപ്പെട്ടപ്പോൾ അവര് അസാധാരണ മനുഷ്യരായി മാറിയെങ്കിൽ, അസാധാരണ വ്യക്തികളായി മാറിയെങ്കിൽ ഇന്ന് രാത്രി 1-2 ദൂതുകൾ പറഞ്ഞ് ഞാൻ ഉറപ്പിക്കട്ടെ, വാഗ്ദത്തം പ്രാപിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. വാഗ്ദത്തം പരിമിതികളെ പൊട്ടിക്കും. വാഗ്ദത്തം പ്രാപിച്ച നീ പട്ടണത്തിനകത്തുന്ന ലോക രാജ്യങ്ങളിലേക്ക് എറിയപ്പെടും. ഇന്ന് രാത്രി വിശ്വസിക്കുക. ഉന്നതന്റെ ശക്തി നിന്റെ ജീവിതത്തിന്റെ അകത്ത് വന്ന ദേശങ്ങൾ നിന്നെ അറിയപ്പെടും, ഗ്രാമങ്ങൾ നിന്നെ അറിയപ്പെടും. നിന്റെ ശബ്ദങ്ങൾ ദേശങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഇന്ന് രാത്രി പരിമിതികളെ പൊട്ടിക്കുന്ന അഭിഷേകത്തിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കരം പിടിച്ച് ഉയർത്തുന്ന അധികാരമുള്ള നാമത്തിൽ രാജ്യത്തിന്റെ ലോക്കുകൾ അഴിഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ രാജ്യം വിട്ട് പോകരുത്, അല്ലെങ്കിൽ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. ആ ഉന്നതന്റെ ശക്തി വന്ന ഈ പരിധി നീ ഒട്ടിക്കണ്ട. പരിശുദ്ധമാവ് തന്നെ അത് അഴിച്ചോളൂ. നിന്റെ പ്രതിസന്ധിയുടെ അകത്ത് നീ ഇരുന്ന് ഞരമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി കാത്തിരുന്ന ഇന്ന് രാത്രി പരിശുദ്ധമാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വർഗമുണ്ട്. നിനക്ക് വേണ്ടി ചലിക്കുന്ന ഉന്നതത്തിലെ ഒരു ഡോറുണ്ട്. ഇന്ന് രാത്രി ഉന്നതത്തിലെ ഒരു കരമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇത്രയും വയസ്സ് വരെ കാണാത്ത ഒരു ദൈവിക സന്തോഷം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വരാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. എനിക്ക് വേണ്ടി നിൽക്കാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് 2 കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ കാത്തിരിക്കുന്നവർക്ക് ശക്തിയെ പുതുക്കുന്ന ദൈവമാണ്, കാത്തിരിക്കുന്നവർക്ക് ശക്തിയെ നല്ല ദൈവമാണ്. രാത്രി ദൈവത്തിന്റെ അമ്മ പറയുന്നു, പരിധികളെ പൊട്ടിക്കുന്ന വാർത്ത പ്രാപിക്കുക. രാത്രി ദൈവാത്മാവ് ഈ വചനത്താൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഈ മെസ്സേജിനെ ഞാനിവിടെ അവസാനിപ്പിക്കുന്ന സമയം തീർന്നിരിക്കുന്നു. പാസ്റ്റർ ട്രീസ എന്ന് പറഞ്ഞ സിസ്റ്ററിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഒരുപാട് വിഷയങ്ങൾ, എൻ്റെ ഒരു കോർട്ട് കേസ് ഉണ്ട്, ഫാമിലി ഇഷ്യൂ ഉണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അപ്ഡേഷന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ സംഭവിച്ചു. 1, വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ നടക്കണം. 2, ഉന്നതത്തിലെ ശക്തി വേണ്ടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കിയെല്ലാം അതുകൊണ്ട് കർത്താവ് മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കുന്ന സകലവും നിങ്ങളുടെ മുന്നിൽ രാത്രി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി സഭ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. പറഞ്ഞ ആന്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ആ അമ്മയുടെ ജീവിതത്തിനകത്ത് നടക്കട്ടെ. ഞാൻ ആ ഭരണത്തിൽ നിന്ന് കൽപ്പിക്കുന്ന അടുത്ത ദിവസങ്ങളിൽ സാക്ഷികൾ ഉണ്ടാകട്ടെ. ഏത് പ്രതിസന്ധിയാണോ ആ പ്രതിസന്ധിയെ പൊട്ടിച്ച് തകർത്ത് മാറ്റുന്ന അഭിഷേകത്തിന്റെ ഇന്ന് രാത്രിയിൽ കൈമാറും. ഏത് രോഗബന്ധനമാണോ, ഏത് ശാപമാണോ, ഏത് പ്രതിസന്ധിയാണോ ഇന്ന് രാത്രി
അഭിഷേകത്താൽ യേശുക്രിസ്തുവിന്റെ വചനത്താൽ പരിശുദ്ധാത്മാവിനാലും അതിനെ ഞാൻ ഭൂമിയിൽ വെച്ചതിനെ അഴിക്കുന്നു. സ്വർഗത്തിൽ അത് അറിയപ്പെടട്ടെ കർത്താവേ. ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിലേക്ക് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാവരും ചെയ്യട്ടെ കർത്താവ്. വർദ്ധിപ്പിച്ച് അനുഗ്രഹമാക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം നാനാവിധത്തിൽ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾ തിരിച്ചറിയണമെന്നുള്ള ഈ വചനം മരണത്തോളം കാത്തുസൂക്ഷിക്കാൻ ദൈവരെ പഠിപ്പിക്കണമേ, അവരോട് കൂടെ ഇരിക്കണമെന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.